ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇൻവെർട്ടർ അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്ന ബാറ്ററീസിനെ കുറിച്ചാണ്. റീചാർജബിൾ ബാറ്ററീസ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് റീചാർജബിൾ ബാറ്ററീസ് ആണ് ലെഡ് ആസിഡ് ബാറ്ററിയും അതുപോലെ തന്നെ ലിഥിയം അയോൺ ബാറ്ററിയും. ഈ ലെഡ് ആസിഡ് ബാറ്ററി രണ്ട് ടൈപ്പിലാണുള്ളത്. അതായത് ഒന്ന് ഫ്ലഡ് ടൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ സീൽഡ് ടൈപ്പ് ഉണ്ട്. നമ്മളെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മിക്ക ആളുടെ വീടുകളിലും ഒരു ട്യൂബുലർ ബാറ്ററി എന്ന് ആ ബാറ്ററിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബാറ്ററിയാണ് നമ്മൾ മെയിൻലി ഇപ്പോൾ മിക്ക വീട്ടിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഫ്ലഡ് ടൈപ്പ് ഓഫ് ബാറ്ററിയാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ബാറ്ററിയെ ഫ്ലഡഡ് ബാറ്ററി എന്ന് വിളിക്കാനുള്ള കാരണം, അതായത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു മിനിമം ലെവലിൽ ഈ ഇലക്ട്രോലൈറ്റിനെ കീപ്പ് ചെയ്യും വേണം. അതായത് ഇത് കൂടുവാനും പാടില്ല, അതുപോലെ തന്നെ കുറയാനും പാടുള്ളതല്ല. നെക്സ്റ്റ് നമുക്ക് ട്യൂബുലർ ബാറ്ററിയുടെ ഗുണങ്ങളെ കുറിച്ച് നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഈ ട്യൂബുലർ ബാറ്ററി എന്ന് പറയുന്നത്. ഇതിന് മെയിൻ്റനൻസ് കുറവാണ്. ഒരു 5 to 7 ഇയേഴ്സ് വരെ എന്ത് ചെയ്യും, ഈ ബാറ്ററി നിലനിൽക്കുകയും ചെയ്യും. നല്ല പെർഫോമൻസ് ഉണ്ട്. അതായത് ഹൈ എൻഡ് ആപ്ലിക്കേഷൻസിലൊക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു മിഡ് റേഞ്ച് റേറ്റ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് കുറച്ച് ഹെവിയാണ്. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് പൊന്തിച്ച് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് സ്പിൽ പ്രൂഫ് ഒന്നല്ല. അതായത് അതിൻ്റെ ഉള്ളിലെ ലിക്വിഡ് എന്ത് ചെയ്യും, പുറത്തേക്ക് സ്പിൽ ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ, ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സീൽഡ് ബാറ്ററി കുറിച്ച് നോക്കാം. ഈ സീൽഡ് ബാറ്ററി പേര് പോലെ തന്നെ ഫുള്ളി സീൽഡ് ആണ്. അതായത് ഈ ബാറ്ററി നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചോ മറിച്ചോ വെക്കാൻ പറ്റും. ട്യൂബുലർ ബാറ്ററി അപേക്ഷിച്ച് ഇതിന്റെ വെയിറ്റ് കുറച്ച് കുറവാണ് സീൽഡ് ബാറ്ററിക്ക്. ഇത് മെയിൻലി നമ്മൾ UPS-നും അതുപോലെ തന്നെ നമ്മളെ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാറ്ററിയാണ് സീൽ ടൈപ്പ് ബാറ്ററി. ഫുള്ളി സീൽഡ് കൊണ്ട് തന്നെ ഇത് സ്പിൽ പ്രൂഫ് ആണ്. അതായത് ഇതിന് ഉള്ളിലുള്ള ലിക്വിഡ് ഒന്നും പുറത്തോട്ട് എന്തില്ല, വരില്ല. ഇതിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ വാട്ടർ നമ്മൾ ലെവൽ മറ്റൊരു പറഞ്ഞല്ലോ, അതായത് അതൊരു റെഗുലർ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാട്ടർ ലെവൽ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് പ്യൂർ വാട്ടർ അല്ല, ഡിസ്റ്റിൽ വാട്ടർ നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇതിൽ പറയുമ്പോൾ അങ്ങനത്തെ ഒന്നും തന്നെ വരുന്നില്ല. ഈ സീൽഡ് ബാറ്ററിയിൽ രണ്ട് ടൈപ്പ് ഓഫ് ബാറ്ററീസ് ഉള്ളത്. ഒരെണ്ണം ജെൽ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ AGM ഉണ്ട്. നമ്മൾ ഓട്ടോമോട്ടീവ്സിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന AGM ബാറ്ററീസ് ആണ്. ഈ ജെൽ ബാറ്ററി ആകട്ടെ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ലൈറ്റസ്റ്റ് ഫോം ഓഫ് ബാറ്ററിയാണ്. ലിക്വിഡ് ഇലക്ട്രോലൈറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ജെൽ ഇലക്ട്രോലൈറ്റ് ആണ് നമ്മളുടെ ഈ ബാറ്ററിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും സേഫും ആണ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഈ ബാറ്ററിയുടെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഹൈ എൻഡ് ആപ്ലിക്കേഷൻസിലൊന്നും ഇത് ഇത്ര ഐഡിയൽ ആവത്തില്ല. അതുപോലെ തന്നെ സ്ലോ ചാർജിങ് ആണ് കമ്പയറിംഗ് വിത്ത് അതർ ബാറ്ററീസ്. നെക്സ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് ബാറ്ററിയാണ് ലിഥിയം അയൺ ബാറ്ററി. അതായത് ന്യൂ ടെക്നോളജി അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബാറ്ററിയാണ് ലിഥിയം അയൺ ബാറ്ററി. ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. കറക്റ്റ് മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം, ഈസി ടു ക്യാരി ആണ്, ലോങ് ലൈഫ് സ്പാൻ ഉണ്ട്. അത്യാവശ്യം ഒരു 10 years എബോ ഒക്കെ ബാറ്ററി വിത്ത് സ്റ്റാൻഡ് ചെയ്യും. ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കോസ്റ്റും അത്യാവശ്യം കൂടുതലാണ്. പിന്നെ ഇതിന് പ്രൊട്ടക്ഷൻ സർക്യൂട്ടും കൂടെ വേണം, ജസ്റ്റ് ലൈക്ക് BMS. കാരണം ഇത് ഈ ബാറ്ററീസ് ഓവർ ഹീറ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. സോ ഇത് ഓവർ ഹീറ്റ് ആവാണ്ടിരിക്കാനും അതുപോലെ തന്നെ ഓവർ ടെമ്പറേച്ചർ ഓവർ ഡിസ്ചാർജ് ഒക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഉള്ളത് ഏറ്റവും ബെറ്റർ ആണ്. ഈ പറഞ്ഞ ബാറ്ററീസിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇത് ഈസിലി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. സോ ഈ ബാറ്ററി നോക്കിയേ, അതായത് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് ലൂമിനസിന്റെ ഒരു ബാറ്ററിയാണ്. ഇറ്റ്സ് എ ട്യൂബുലർ ബാറ്ററി. ഇനി എങ്ങനെയാണ് ട്യൂബുലർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ ബാറ്ററിയുടെ മുകളിൽ എന്തെങ്കിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അത് ട്യൂബുലർ ബാറ്ററി ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിൽ എപ്പോഴും നമുക്കൊരു ലെവലിംഗ് കാണാൻ പറ്റും. അതിനുള്ള ഇലക്ട്രോലൈറ്റിന്റെ ലെവലാണ് ഈ കാണിക്കുന്നത്. അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മളെ V-Guard തന്നെ VJ100 എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഗ്രീൻ പോർഷന്റെ എബോവും പോകാൻ പാടില്ല ഈ ഇലക്ട്രോലൈറ്റ്. അതേപോലെ തന്നെ ആ റെഡ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ താഴോട്ടും എന്ത് പാടില്ല, വരാൻ പാടില്ല. സോ അതാണ് നമ്മളിത് മെയിൻ ആയിട്ട് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് ടൈപ്പ് ബാറ്ററിയിലേക്ക് പോകാം. ഇത് നോക്കിയേ, അതായത് എക്സൈറ്റിന് ഒരു ബാറ്ററിയാണ്. AGM ഒന്നും അതിലുണ്ട്. അതായത് ഓട്ടോമോട്ടീവിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാറ്ററി, അതായത് സീൽഡ് ടൈപ്പ് ഓഫ് ബാറ്ററി ആണ് ഈ കാണുന്നത്. ഇനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ലൂമിനസിന്റെ സീൽഡ് ടൈപ്പ് ബാറ്ററി ആണത്. ഇതൊരു ജെൽ ടൈപ്പ് ബാറ്ററി ആണ്. അതായത് ലൂമിനസിന്റെ ആംബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണത്. അതായത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ഫോമിലല്ല,
മറിച്ച് ജെൽ ഫോമിലാണുള്ളത്. ഈ നെക്സ്റ്റ് ഒരു ബാറ്ററി കൂടെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇത് നോക്കിയേ, ഇതൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതൊരു ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് ഒരു ഇൻവേർട്ടറും ബാറ്ററിയും ഒക്കെ മേടിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻവേർട്ടർ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള നമ്മളുടെ ഒരു വീഡിയോ ഈ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഫീൽ ഫ്രീ ടു വാച്ച് ഇറ്റ്. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.